ഒരു സാധാരണ ആൾക്കാർക്കും പോലും ഈ ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആണ്. അതൊരു വലിയൊരു കാര്യമായിട്ട് ഒരു ഫെൽ ഇങ്ങനെ ആയി കഴിഞ്ഞു, നമുക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഡോക്ടർ, ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? കാരണം ഇപ്പോൾ ഡോക്ടറുടെ ഗ്രാൻഡ് ഫാദറായിട്ട് ഉണ്ടാക്കിയ ആ ഒരു പേരും ഇപ്പോൾ വളരെ നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇനി അത് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാനാണ് ഡോക്ടർ? ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെയും സമ്പാദിച്ച മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യുക, ഹോസ്പിറ്റൽ ഒന്നുകൂടി ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിൽ അത് ഹാൻഡ് ഓവർ ചെയ്യണം. അതിനെ നല്ലോണം എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന്. കാരണം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഈ ബാക്കിയുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസൊക്കെ പറഞ്ഞാലും ജനം വന്നിട്ട് അത് അങ്ങനത്തെ ഫെസിലിറ്റീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതനുസരിച്ച് സ്റ്റാൻഡേർഡൊക്കെ കൂട്ടണം. അപ്പോൾ അതൊന്ന്. പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും തുടങ്ങിയ ഒരു സ്കൂളുണ്ട് ഇവിടെ ഈ ഡിസ്ട്രിക്റ്റിലെ ആദ്യത്തെ CBSE സ്കൂളാണത്, ആദർശ് വിദ്യാകേന്ദ്ര എന്ന് പറഞ്ഞിട്ട്. ആ സ്കൂളും ഇപ്പോൾ ടുഡേ ഇറ്റ് ഇസ് ദ ലീഡിങ് സ്കൂൾ ഇൻ ദ ഡിസ്ട്രിക്റ്റ്, ആ ഒരു പേരിലേക്ക് വന്നു. അപ്പോൾ അതും ആ ഒരു അതിലോട്ടും ഒരു ഡൈവേഴ്സിഫിക്കേഷനുണ്ട്. അങ്ങനെ പല ഐഡിയാസ് ഉണ്ട്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഇസ് ദ കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് സൊസൈറ്റി അത് 100% ആയിരിക്കണം. ഒരു മലയാളിയായിട്ട് ഒരു അന്യനാട്ടിൽ ഇരുന്നിട്ട് ഒരു മലയാളികൾക്കൊരു നല്ല പേരുണ്ടാക്കുന്നതിന് അതിനെനിക്കൊരു ചാൻസ് കിട്ടിയതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മലയാളിയിൽ നിന്ന് മാത്രമല്ല, ഒരു മലയാളിയായിട്ട് ഈ നാടിന് വേണ്ടി നല്ലത് ചെയ്യാൻ പറ്റിയതിന് എനിക്ക് സന്തോഷമുണ്ട്. മറ്റുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് ഏതൊക്കെയുണ്ട്? നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യുന്നു. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും ഞാൻ പറയും നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ കൊണ്ട് പോലും അറിയരുതെന്നുള്ളതാണ് സത്യം. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മളും അവിടെയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, അത്രേ ഉള്ളൂ. അതിലാണ് പോകുന്നത്. കുട്ടികളെ കുറിച്ച് പറഞ്ഞില്ല. ഇടയ്ക്കും ഒരു മകൻ MBBS 2 ആൺകുട്ടികളാണ്. മൂത്ത ആളുടെ പേര് ശരത്, രണ്ടാം സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എന്ത് ചെയ്യുന്നു? 8th പഠിക്കുന്നു. അതൊരു വളരെ സന്തോഷമായിട്ടുള്ള ഈ ഒരു വലിയൊരു കെട്ടുറപ്പ്, ഒരു ഈക്വൽ, ഒരു നമ്മളൊരു ജീവിതത്തിലെ ഒരു സഹധർമ്മിണിയാണ്. നമുക്കൊരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറയുന്നത് അത് ഒരേ മനസ്സുള്ള ഒരാൾ, അതും ദൈവാനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് വന്ന് കിട്ടിയ എത്രത്തോളമാണ് അത് ലൈഫിൽ സക്സസ് ആയിട്ടുള്ളത്? 100%. അത് അതൊരു മാഡത്തിനും തിരിച്ച് എല്ലാ കാര്യത്തിലും ഡോക്ടർ വളരെ പ്ലാൻഡ് ആണ്. ഡോക്ടർ ഒരു കാര്യം സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യവും അതെങ്ങനെയാണ് ഡോക്ടർ അത് വളരെ പ്ലാൻഡ് ആയിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡോക്ടർ അത് പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വരും, ഇന്നതായിട്ട് വരും എന്ന് ഡോക്ടർ ആദ്യമേ കൺഫേം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതെങ്ങനെ സാധിക്കുന്നു? അത് ഐ തിങ്ക് യു ഷുഡ് ഹാവ് പോസിറ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ്. അത്രേ ഉള്ളൂ. പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയല്ല. അതാണ് അല്ല, ചിലപ്പോൾ ഇപ്പോൾ തെറ്റ് വരും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും അതൊരു തെറ്റായിട്ട് കണക്കാക്കരുത്. അത് ശരി, അതിനൊരു ചെറിയൊരു ടെമ്പററി എന്തായിട്ട് ഒരു പഠിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ വീണ് കഴിഞ്ഞിട്ട് ചുമ്മാ വീണ് കിടന്നിട്ട് കാര്യമില്ല. അതിൽ നിന്ന് എടുത്ത് അടുത്തതിലേക്ക് പോകാനുള്ള വഴി നോക്കണം. കാരണം ഒരു കാലത്ത് ഞാൻ എവിടെയായിരുന്നു, ഇന്ന് ഞാൻ വേറെ എവിടെയാണ് ഇരിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ. ഇന്ന് ഈ നിലയിലെത്തുന്ന ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പോലും ഒരു 20 കൊല്ലം ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുക പോലുമില്ല. വെറുതെ ചിരിച്ചു തന്നെ. ഇപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നത് ആഗ്രഹിച്ചിട്ടല്ല അല്ല. കാരണം നമ്മുടെ വഴി നമ്മൾ നന്മയുടേത് അല്ലെങ്കിൽ നമ്മൾ ദൈവ നിമിത്തത്തിന് വേണ്ടി വിടുമ്പോൾ എല്ലാം ദൈവം കൊണ്ട് എത്തിക്കുന്നു, തന്നെ വന്നോളും. അത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു കുടുംബത്തിൽ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിഞ്ഞതിലും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. ജീവിതം നമുക്ക് ഒരിക്കലേ കിട്ടുകയുള്ളൂ. അതിനെ പൂർണ്ണമാക്കാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് നമുക്ക് ശക്തി തരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക. ഇത് വെറും ഒരു അഭിമുഖമായിരുന്നില്ല, ഇത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പാഠപുസ്തകമായിരുന്നു. ഡോക്ടർ ഗോപാൽ സുരേന്ദ്രൻ്റെയും ഡോക്ടർ മിനി ഗോപാലിൻ്റെയും ജീവിതം നമുക്ക് പഠിക്കാനുള്ളൊരു പാഠപുസ്തകം തന്നെയാണ്. കുടുംബത്തിൻ്റെ ഭദ്രത, മാതാപിതാക്കളോടുള്ള കടമ, മറ്റുള്ള സമൂഹത്തിനോട് നമുക്ക് എത്രമാത്രം പ്രതിബദ്ധത ഉണ്ടായിരിക്കണം എന്നൊക്കെ ഈ എപ്പിസോഡിലൂടെ ഞാനൊരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഒരുപാട് നന്മകൾ സർവേശ്വരൻ ഈ കുടുംബത്തിന് ഇനിയും കനിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാരാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.